അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ പലപ്പോഴും നാം പല യാത്രകളും ചെയ്യാറുണ്ട്. എന്നാൽ ആ യാത്രകളിലൊന്നും നിസ്കാരം ഉപേക്ഷിക്കാനോ നിസ്കാരം ഖളാ ആക്കാനോ നമുക്ക് പാടുള്ളതല്ല. എന്നാൽ യാത്രയിൽ അല്ലാഹു തആല ചില ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ജംഉം കസ്റും. പഠിക്കാൻ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച്. എന്നാൽ എന്താണ് ജംഅ്? രണ്ട് നിസ്കാരങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കലാണ് ജംഅ്. ഉദാഹരണത്തിന് ളുഹറും അസ്റും ഒന്നിച്ച് നിസ്കരിക്കുക, മഗ്‌രിബും ഇശാവും ഒന്നിച്ച് നിസ്കരിക്കുക. അത് രണ്ട് വിധത്തിൽ ഒന്നിച്ച് നിസ്കരിക്കാം. മഗ്‌രിബും ഇശാവും ഇശാവിന്റെ സമയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ മഗ്‌രിബിനെയും ഇശാവിനെയും മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കാം. ളുഹറിനെയും അസ്റിനെയും ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം, അഥവാ ളുഹറിനെയും അസ്റിനെയും അസ്റിന്റെ സമയത്ത് നിസ്കരിക്കാം. ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് ജംഉ തഖ്ദീമും പിന്തിച്ച് നിസ്കരിക്കുന്നതിന് ജംഉ തഅഖീറും എന്ന് പറയപ്പെടുന്നു. ഖസറിനെ കുറിച്ച്, ഖസറാക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരത്തിന് 2 റക്അത്തായി നിസ്കരിക്കലാണ് ഖസർ. ഏതൊക്കെയാണ് 4 റക്അത്തുള്ള നിസ്കാരം? ളുഹറും അസ്റും ഇശാവും. യാത്ര ചെയ്യുമ്പോൾ ഈ 3 നിസ്കാരങ്ങളെ 2 റക്അത്തായി നിസ്കരിക്കുമ്പോൾ ളുഹർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്തായി ഖസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ചെയ്താൽ ഈ 3 നിസ്കാരങ്ങളെ യാത്രകളിൽ നമുക്ക് 2 റക്അത്തായി നിസ്കരിച്ചാൽ നമുക്ക് നൽകിയ ഒരു കൂടിയാണ്.